റാണവിൻ്റെ ലിഗമെൻ്റ് എല്ലാം പൊട്ടി. തോളിലെ ഫിസിക്കൽ അസോൾട്ട് പോലെ അവിടെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. പക്ഷെ ടാസ്കിൻ്റെ ഇടയിലാണ് നടന്നത്. കുറേ പേര് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്, കുറേ പേര് പറയുന്നു ഇങ്ങനൊരു സംഭവം ഇല്ല, റാണവിൻ്റെ അഭിനയമാണ്, കുറച്ച് പേര് പറയുന്നു ഇവൻ്റെ പ്രാങ്ക് ആണിത്. എന്താണ് സംഭവം? കുറേ പേരുടെ റിവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. രാവിലെ മുതലേ ഇന്നലെ തന്നെ ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഈ സംഭവം അറിഞ്ഞു. ഈ പറഞ്ഞ പോലെ റാണവും ജെഫ്രി ആയിട്ടൊരു ഫൈറ്റ് നടന്നു, അതിനകത്ത് റാണവിന് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് 3 ആഴ്ച ഇനി റാണവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റാണവിൻ്റെ ഇവിടുത്തെ ലിഗമെൻ്റ് പൊട്ടിയിരിക്കുകയാണ്, ലിഗമെൻ്റ് ക്രാക്കായി എന്ന് റാണവ് പറയുന്നുണ്ട്. വീക്കിലി ടാസ്കിൻ്റെ ഇടയിലാണ് സംഭവിക്കുന്നത്. ഒരു വീക്കിലി ടാസ്ക് എന്ന് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മലയാളം ബിഗ് ബോസിലുള്ള കട്ട ടാസ്കിൻ്റെ ഒരു വെർഷൻ. ആ സാധനം കൊടുക്കുന്നുണ്ട്. പൂര അടിയാവണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഭയങ്കരമായ അടിയാവുന്നുണ്ട്. വിശാലുമാരനും ചങ്കുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ഇന്ന്. ഒരു പഞ്ചസാരയുടെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഒരു വഴക്കും ഉണ്ടായിരുന്നു. റയാനും ജാക്കലിനും തമ്മിലൊരു അടി പൊട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് റാണവിൻ്റെ ഈ സംഭവം. വീട്ടുകാരെല്ലാവരും പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് റാണവ് അഭിനയിക്കുകയാണ്, അഭിനയിച്ച് തകർക്കുകയാണ്, അവൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവസാനം ഇത് കണ്ടന്റും അല്ല ഒന്നുമല്ല, റാണവിൻ്റെ ഇവിടുത്തെ ഷോൾഡറിലെ ലിഗമെന്റ് പൊട്ടിയതാണ് സാധനം. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നതെന്ന് ഞാൻ പറയാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 72 ഡിസംബർ 17 തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ കാണിക്കുന്നത് മെനിങ്ങാന്ന് രാത്രിയിലത്തെ കാര്യമാണ്, എന്നിട്ടാണ് ഇന്നലെ രാത്രിയിലത്തെ കാര്യമാണ്, എന്നിട്ടാണ് ഇന്നത്തെ കാര്യം കാണിക്കുന്നത്. വിശാല്, പവിത്ര, ദീപക്, റയാൻ, രഞ്ജിത്ത് മുറ്റത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വിശാല് പറയാണ് കിച്ചണിലെ മിസ്സിങ് ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും ദീപക് പറയാം നാളെ മുതൽ ജോളിയാക്കി ഫണ്ണാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അപ്പോൾ പവിത്ര 1 സ്പൂൺ പഞ്ചാര മാത്രമേ നാളെ മുതൽ കൊടുക്കുന്നുള്ളൂ, കാരണം പ്രശ്നമാണ്, പഞ്ചാര അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നു. നേരം വെളുക്കുന്നു. മോർണിംഗ് സോങ് പടയപ്പേല പാട്ടാണ് എഴുതുന്നത്. ആ പാട്ടാണ്. ഫുഡ് രാവിലെ കഴിക്കാനിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ വിശാല് പവിത്ര അടുത്ത് പറയുന്നു, പവിത്ര പഞ്ചസാരയിൽ നമുക്കൊരു ഐഡിയ ചെയ്യാം, പകുതി സ്പൂൺ വെച്ച് നമുക്ക് കൊടുത്താലോ എന്നൊക്കെയുള്ള ലെവലിൽ അവരുടെ പഞ്ചസാര ഇങ്ങനെ കൊടുക്കാം. പഞ്ചസാര കുറവല്ലേ, കുറച്ച് പേർക്ക് പഞ്ചസാര ചില സമയത്ത് വേണം. വേറൊന്നും അല്ല, ഈ പഞ്ചാര ഇഷ്യൂ വരാൻ കാരണം എല്ലാവർക്കും ഉള്ള പഞ്ചസാര അവിടെ ഉണ്ട്. ഇത് കൂടാതെ ക്രേവിങ്സ് ഉള്ള ചിലരുണ്ട്. അതായത് എനിക്ക് ഒരു മനം പുരട്ടുന്നു, പഞ്ചസാര വേണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, പഞ്ചസാര വേണം, അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ജാക്കലിൻ ഫുഡ് കഴിക്കാനിരിക്കണം. അപ്പോൾ ജാക്കലിൻ ചെറുതായിട്ട് പഞ്ചാര ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് ഫുഡിനകത്ത്. അപ്പോൾ റാണവും റയാനും അവിടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ജാക്കലിൻ എന്ത് ചെയ്യുന്നു, ഫുഡ് റാണവിനും കുറച്ച് കൊടുക്കുന്നുണ്ട്, റയാനും കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. എന്താണ് ഇഷ്യൂ എന്ന് കാണിക്കുന്നതിന് പഞ്ചാര കേസാണോ എന്തോ അത് ഈ പറയുന്ന പോലെ എപ്പിസോഡിൽ അങ്ങനെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പോൾ സൗന്ദര്യ പറയാണ് കിച്ചൺ ഇൻചാർജ് ഇങ്ങനെ കൊടുക്കാവൂ എന്നിപ്പം നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കണം. അതായത് കിച്ചൺ ഇൻചാർജ് പവിത്രയാണ്. അപ്പോൾ ജാക്കലിൻ പറഞ്ഞു ഇത് ഭയങ്കര റെസ്ട്രിക്ഷൻ ആണല്ലോ, ലാസ്റ്റ് വീക്ക് ഞാനായിരുന്നില്ലേ കിച്ചൺ ഇൻചാർജ്, നമ്മളൊന്നും ഇങ്ങനെയൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേ ദീപക് വിശാലിനെ വിളിച്ചിട്ട് ക്യാപ്റ്റൻ നിങ്ങൾ രണ്ടുപേരോടെ തീരുമാനിക്കണം ഈ പഞ്ചാരയുടെ വിഷയം. വിശാൽ പറയണേ കുറച്ച് സമയം എന്താ, പവിത്രയെ കൂടെ വിളിച്ച് സംസാരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ആക്കാം, ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ജാക്കലിൻ നേരത്തെ കൂടുതൽ നമ്മൾ കൊടുത്തിരുന്നില്ലേ കഴിഞ്ഞ വീക്കൊക്കെ, പിന്നെ ഇപ്പം എന്താണ് പറ്റിയത്? അപ്പോൾ വിശാൽ പറയാണ് ഇടയ്ക്കിടെ വന്ന് പഞ്ചസാര കഴിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് മനം പുരട്ടുകയോ അല്ലെങ്കിൽ വേറെ പഞ്ചസാര അത്ര അത്യാവശ്യമാണ് കിട്ടിയേ പറ്റൂ എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 സ്പൂൺ തരാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കാം. അതല്ലാതെ എപ്പോഴും ഈ പഞ്ചാര എടുക്കുന്ന കാര്യം നടക്കത്തില്ല. അപ്പോഴത്തേക്കും സൗന്ദര്യ ആവശ്യമുള്ളപ്പോൾ വന്ന് വാങ്ങുന്നതും ക്രേവിങ് ആയിരുന്നു ബോറടിക്കുമ്പോൾ വന്ന് വാങ്ങുന്നതും രണ്ടും വേറെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ആക്ച്വലി സൗന്ദര്യക്കിട്ട് ഈ സൗന്ദര്യം പറയുന്നത് ജാക്കലിട്ട് കൊത്തുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ജാക്കലിൻ ഞാൻ കൊടുക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച പഞ്ചസാര വന്ന് ചോദിക്കുന്നവർക്ക്, പവിത്രയ്ക്ക് ഇപ്പം ഈ ആഴ്ച വന്നപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. പവിത്ര കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, പഞ്ചസാരയുടെ ഇഷ്യൂലാണ്. അപ്പോൾ മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പം ഹൗസ് മേറ്റ് എന്നുള്ള ലെവലിലും പവിത്ര നിൽക്കുന്നുണ്ട് ഒരു സ്റ്റാൻഡ്, കിച്ചൺ ഇൻചാർജ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ദീപക്കണ്ണൻ ചോദിച്ചപ്പോഴും ഞാൻ കൊടുത്തിരുന്നു. റയാൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് പഞ്ചസാര ചോദിച്ചപ്പോൾ പഞ്ചസാര ഇല്ല എന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നിരുന്നാലും അവൻ വന്നിൻ്റെ അടുത്ത് ഫണ്ണായിട്ട് പഞ്ചസാര ചോദിച്ചപ്പോഴും ഞാനത് സീരിയസ് ആക്കി എടുത്തിട്ട് 1/2 സ്പൂൺ പഞ്ചസാര അവന് കൊടുത്തിരുന്നു ഫ്ലൂയിഡ് പോലെ. അപ്പോഴത്തേക്കും വിശാല് ഇതിൻ്റെ കാരണം അറിയാമല്ലോ ജാക്കലിൻ, വേറെ ഒന്നുമല്ല, നീ ഇവിടുത്തെ എക്സ് ഇൻചാർജ് ആയിരുന്നല്ലോ, അപ്പം തരൂല എന്നല്ലല്ലോ പറയുന്നത്, പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണിത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോബ്ലം അല്ല, ഇവിടെ എന്താ പറയുക പഞ്ചസാര ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. പറയാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ജാക്കലിൻ എന്താ പറഞ്ഞത്, ഞാൻ വന്ന് ഫ്ലൂയിഡ് കേസ് പറഞ്ഞെന്നോ പഞ്ചസാരയുടെ. എനിക്കൊരു കാര്യമുണ്ട്, ബാക്കിയുള്ളവർക്ക് വാരിക്കോരി പഞ്ചസാര കഴിഞ്ഞ ആഴ്ച കൊടുക്കുന്നുണ്ടായിരുന്നു, എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ എനിക്കുള്ള നോർമൽ പഞ്ചസാര പോലും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത്, അല്ലാതെ ഞാൻ ഫണ്ണായിട്ട് ചോദിച്ചതല്ല. ഫണ്ണായിട്ട് ചോദിച്ചാണെന്ന് ജാക്കലിൻ ഇപ്പോൾ പറഞ്ഞ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ജാക്കലിൻ
ദീപക്കണ്ണന് വേണോന്ന് പറഞ്ഞത് എന്തോ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ദീപക്കണ്ണന് കൊടുത്തത്, അല്ലാതെ ഞാൻ വേറെ ആർക്കും വാരിക്കോരി കൊടുത്തില്ല. അപ്പൊ ജെഫ്രി വന്നിട്ട് അല്ല അത് ദീപക്കണ്ണന് കൊടുത്തത് റയാന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ റയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജാക്കിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ ഫണ്ണായിട്ടല്ല വന്ന് അവിടെ പഞ്ചസാര ചോദിച്ചത്, ദീപക്കണ്ണന് കൊടുത്തു, ബാക്കിയുള്ളവർക്ക് അവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനും വന്ന് ചോദിച്ചു. അപ്പൊ ജാക്കിൽ പറയുന്നത് വളച്ചൊടിക്കരുത്, ഞാൻ ആ കേസ് അല്ലല്ലോ റയാനെ പറഞ്ഞത്. അപ്പൊ റയാൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞു എന്ന് നീ പറഞ്ഞു, ഞാൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കേട്ടിട്ടില്ല, ഫ്ലൂയിഡ് വേണം പഞ്ചസാര ഫ്ലൂയിഡ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ജാക്കൽ ഇല്ല 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 നീ ചോദിച്ചു, നീ പറഞ്ഞു, മീനിങ് മാറിപ്പോകുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്ന പല കാര്യങ്ങളും, 2 പേർക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പൊന്ന് ദൈവമേ എൻ്റെ അച്ഛ ഞാൻ അപ്പം എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ജാക്കലും പറയുന്നുണ്ട്. അപ്പം പറയാൻ ഇങ്ങനെ അയ്യോ എൻ്റെ പൊന്നപ്പ അങ്ങനെ ഇങ്ങനെ നിന്ന് നീ പറയേണ്ട ഒരു ആവശ്യമില്ല, ട്രിഗർ ആക്കാൻ വേണ്ടിയിട്ടാണോ നീ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചിട്ട് ജാക്കലിനും റയാനും കൂടെ വഴക്കിടുന്നു. അപ്പോൾ ജാക്കൽ പറഞ്ഞു കിച്ചൺ ഇൻചാർജ് ആയിട്ട് എന്നെ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, ഒരു ഫ്രണ്ട് ആയിട്ടല്ല എന്നെ കാണുന്നത്, കിച്ചൺ ഇൻചാർജ് എന്ന ലെവലിലാണ് എന്നെ ഇപ്പം കാണുന്നത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അതൊന്നും ജാക്കൽ നീ പറയുന്ന പോലെ അങ്ങനെ ജാക്കലിനെ കിച്ചൺ ഇൻചാർജ് ആയിട്ട് കാണുന്നു, ഫ്രണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ദിസ് ഈസ് ഗെയിം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. കുറച്ച് കഴിഞ്ഞ് വിശാൽ ജാക്കലും റയാൻ ഇരിക്കുകയാണ്. വിശാൽ പറയുന്നത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തൊന്ന് തീരുമാനത്തിലോട്ട് എത്ത് എന്ന് പറയുന്നത്. ഇതാണ് പഞ്ചസാര ഇഷ്യൂ മെയിൻ നടക്കുന്നത്. അതിനുശേഷം വീണ്ടും അനൗൺസ്മെന്റ് വരുന്നു. ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റനായിട്ട് ആരാണോ ഇരിക്കുന്നത് അവർക്ക് റോയൽ എൻഫീൽഡ് കിട്ടുമെന്നാണ് പറയുന്നത് സീസണിന്റെ അവസാനം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ പ്ലാസ്മ ടിവിയിൽ ഡിസ്പ്ലേ ചെയ്തപ്പോൾ തർഷികയ്ക്ക് 2ഉം ഈ പറഞ്ഞ പോലെ സത്യയ്ക്ക് 2ഉം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിക്റ്റ് ആയിപ്പോൾ കണ്ടസ്റ്റൻസിന് കിട്ടത്തില്ല, അവസാനം വരെ ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ടോപ്പ് 5 കണ്ടസ്റ്റൻസ് വരുമല്ലോ. ടോപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് എത്ര തവണ മാക്സിമം ക്യാപ്റ്റനായി നോക്കും, അവർക്കായിരിക്കും ഇത് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടായിരിക്കുക. ടോപ്പ് 5 ആര് വരും, അവരിൽ ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റനായിട്ട് ആരൊക്കെ ഉണ്ടാവും അവർക്കാണ് കിട്ടാൻ നല്ല സ്കോപ്പ് ഉള്ളത്, വേറെ ആർക്കും കിട്ടത്തില്ല. അതാണ് ഇപ്പം ഇതിൻ്റെ സാധനം. അടുത്ത വീക്കിലി ടാസ്ക് വരുന്നു, നമ്മുടെ കട്ട ടാസ്ക് ആണ്. 5 ഗ്രൂപ്പുകളായിട്ട് തിരിയണം. ഒരു ഗ്രൂപ്പിൽ 3 പേര്, മറ്റൊരു ഗ്രൂപ്പിൽ 3 പേര്, പിന്നെ ഒരു ഗ്രൂപ്പിൽ 3 പേര്, പിന്നെ ഒരു ഗ്രൂപ്പിൽ 2 പേര്, അടുത്തൊരു ഗ്രൂപ്പിൽ 2 പേര്. അപ്പം 3 പേരുള്ള 3 ഗ്രൂപ്പും 2 പേരുള്ള 2 ഗ്രൂപ്പുമായിട്ട് വേണം തിരിയാൻ. കാരണം ടോട്ടൽ 13 പേരല്ലേ വീട്ടിലുള്ളൂ. അപ്പം അങ്ങനെ 3 ഗ്രൂപ്പിൽ 3 പേര്, 2 ഗ്രൂപ്പിൽ 2 പേര്, അങ്ങനെ. പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ ബസർ അടിക്കും. സ്പെഷ്യൽ ബസർ അടിക്കുമ്പോഴത്തേക്ക് ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്, ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റിൻ്റെ മീതെ കൂടെ ഇങ്ങനെ കട്ടകൾ വരും. ഈ കട്ടകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പിറക്കിയെടുത്ത് ഒരു കോട്ട കെട്ടണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. ഒരു ടീമിൽ നിന്നും ഒരാൾ മാത്രമേ ഈ കട്ട പിറക്കാനായിട്ട് വരാവൂ. അപ്പോൾ ടോട്ടൽ 5 ടീമുണ്ട്. അപ്പോൾ ആ 5 ടീമിൽ നിന്നും ഓരോ മെമ്പേഴ്സ് വീതം 5 പേര് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കട്ട പെറുക്കാനായിട്ട് വരാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് കട്ട അടുക്കി അവിടെ ഒരു നിങ്ങൾക്ക് അടുക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡിന് ചുറ്റും നിങ്ങൾക്ക് അടുക്കാം. പിന്നെ ഓരോ ടീമിനും ഓരോ നിറം ഉണ്ടായിരിക്കും, ആ നിറത്തിലുള്ള ജാക്കറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ അണിയണം. പിന്നെ നിങ്ങൾ കോട്ട കെട്ടുന്ന അതേ സമയം തന്നെ ബാക്കിയുള്ളവരുടെ കോട്ട തകർക്കാനും അത് കൊണ്ടുവന്ന് നിങ്ങളുടെ കോട്ട കെട്ടാനും ശ്രമിക്കണം. പിന്നെ അടുത്ത ഘട്ടം നമ്മൾ പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. ഒരു ദിവസമല്ല ഈ ടാസ്ക്, 3 ദിവസമുണ്ട്, ട്വിസ്റ്റുകൾ വരും. പിന്നെ ഏത് നിമിഷം വേണമെങ്കിലും കുറച്ച് കട്ടയുള്ളവരെ ഔട്ടാക്കാനുള്ള അനൗൺസ്മെന്റ് വരും, സൂക്ഷിച്ച് കളിക്കുക എന്ന് പറയാണ്. പിന്നെ ഡിസ്കഷൻ നടക്കുന്നു, നമുക്ക് ഈ 3 ടീമായാലോ നമുക്ക് 3 ആയാലോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ മുത്തു, റാണവ്, മഞ്ജരി, ദീപക് ഇവരിത്രയോടെ സംസാരിക്കണം. മുത്തു പറയണം ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും, അതെനിക്ക് പാവ ടാസ്കോട് കൂടി മനസ്സിലായ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ബാക്കിയുള്ള ടീമിൽ 3 പേരേ ഉള്ളൂ. നമ്മുടെ ടീമുകളിൽ നമുക്ക് 2-2 പിരിയാം. 2-2 പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 ടീമും കൂടെ ചേരുമ്പോൾ എത്ര പേരായി, 4 പേരായി. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് നിന്ന് ബാക്കിയുള്ള ടീമുകളിൽ എത്രയേ ഉള്ളൂ, അവർ 3. അപ്പോൾ ഈ 3 വെച്ചുള്ള ടീമുകളെ പൊട്ടിച്ച് അവസാനം ഫൈറ്റ് നമ്മൾ 2-2 വെച്ചാവാം. അതുവരെ നമ്മൾ ഒരുമിച്ച് കളിക്കണം എന്നുള്ള സാധനം മുത്ത് പറഞ്ഞു. അത് സൂപ്പർ പ്ലാനാണ്. ബാക്കിയുള്ള ഇപ്പം ഇവരുടെ ടീമിലാണ് അംഗങ്ങൾ കുറവ്, കാരണം 2 പേരല്ലേ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 2 പേരെ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് വേണ്ട, നമുക്ക് ഈ 2 കൂടെ ചേർന്ന് 4 ആയിട്ട് നിന്ന് കളിക്കാം. ഒരുമിച്ച് നിന്ന് കളിച്ചിട്ട് അവസാന മത്സരം നമ്മൾ തമ്മിലായിക്കോട്ടെ, അപ്പം നമുക്ക് തന്നെ അതിനകത്ത് ഒരാൾക്ക് കിട്ടുമെന്നുള്ള കാര്യം മുത്ത് പറഞ്ഞത് സൂപ്പർ പ്ലാനാണ്. ആദ്യം തന്നെ ഈ പ്ലാനിലോട്ട് എത്തുന്നത് നമ്മൾ 3 പേര് നിൽക്കാമേ, നമ്മൾ 3 പേരാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ 3 പേരാണ് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞ് വഴക്ക് നടക്കുന്നതിൻ്റെ അവസാനമാണ് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ മുത്ത് പറയാണ് റാണവേ നീ ഒരാൾ മതി മെടുക്കനായിട്ട്, അതുകൊണ്ട് നീയും മഞ്ജരിയും കൂടെ ഒരുമിച്ച് നിൽക്കി, ഞാനും ദീപക്കണ്ണനോട് ഒരുമിച്ച് നിൽക്കാം. നമ്മളെ 4 പേരെയാണ് ഇവിടെ ആർക്കും കണ്ടുകൂടാത്തത്, ആരും ഗ്രൂപ്പിൽ കയറ്റത്തുമില്ല. അപ്പം നമ്മൾ 4 പേരും വേണം നിൽക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ 2 നമ്മൾ 2 അങ്ങനെ നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, ഫൈനൽ വരുന്നു. റാണവ് മഞ്ജരി ഒരു ടീം ബ്ലൂ കളർ, മുത്തു ദീപക് ഒരു ടീം ബ്ലാക്ക് കളർ,
റയാൻ, രഞ്ജിത്ത്, ജാക്ലിൻ ഒരു ടീം. അവർക്ക് യെല്ലോ ആണ് വരുന്നത്. റയാനും രഞ്ജിത്തും ജാക്ലിനുമാണ്. സൗന്ദര്യം ഇല്ല അതിനകത്ത്. റയാനും രഞ്ജിത്തും ജാക്ലിനാണ്. യെല്ലോ കളറാണ്. അടുത്ത വിശാല്, സൗന്ദര്യ, അരുൺ അവരാണ് നിൽക്കുന്നത്. അവർക്ക് റെഡ് കളറാണ്. പവിത്ര, അൻഷിത, ജെഫ്രി അവർക്ക് പിങ്ക് കളറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് വിശാലും കൂട്ടുകാരായിട്ടുള്ള വിശാലും സൗന്ദര്യം ഒരു ടീമിൽ വരുന്നു. പിന്നെ കൂട്ടുകാരായിട്ടുള്ള റയാനും രഞ്ജിത്തും ഒരു ടീമിനകത്ത് വരുന്നു. പവിത്ര, അൻഷിത അവരും പവിത്ര, അൻഷിത, ജെഫ്രി അവർ 3 പേരും തമ്മിൽ കോംബോ ഉണ്ട്. അവർ 3 പേരും ഒരു ടീമിനകത്ത് തന്നെ ആവുന്നു. പിന്നെ മുത്തുവും ദീപക്കുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അവരൊരു ടീം. റാണോ മഞ്ചേരിയായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നും ഇല്ല. എന്നിരുന്നാലും മുത്തു പറഞ്ഞതിന്റെ ബേസിസിൽ അവർ ഒരുമിച്ച് നിന്ന് കളിക്കാനായിട്ട് 2 ടീമായിട്ട് പിരിഞ്ഞു. അപ്പം കട്ട എടുക്കാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ അൻഷിത പോകുന്നുണ്ട്, വിശാല്, റാണവ്, മുത്തു, റയാൻ ഇവർ 5 പേരുമാണ് 5 ടീമുകളിൽ നിന്നും പോകുന്നത്. കട്ട വരുന്നു, പറക്കി അതിനകത്തൂടെയൊക്കെ കൈയിട്ട് വാരി പറക്കി എടുക്കുന്നു. റാണവുമാണ് പടപടാ പറക്കി എടുത്ത് മഞ്ചേരിക്ക് എല്ലാം കൊടുക്കുകയാണ്. പക്ഷെ മഞ്ചേരിയുടെ കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാവരും മഞ്ചേരിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. മഞ്ചേരി കട്ടയൊക്കെ പറക്കി തറയിൽ വെച്ച് കയറി കമന്ന് കിടക്കുകയാണ്. ഒരു പരിപാടിയും നടക്കുന്നില്ല. അവരുടെ ടീമിൽ 2 പേരല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും റാണവ് എല്ലാം കഴിഞ്ഞ് ബസറൊക്കെ അടിച്ച് കഴിയുമ്പോൾ റാണവ് വരുന്നു. എവിടെ കട്ട? എവിടെ? ജെഫ്രി എടുത്തോണ്ട് പോയി. ആരാ നിന്റെ കട്ട? അത് ജെഫ്രി എടുത്തോണ്ട് പോയി. എടാ കട്ട എന്ന് പറഞ്ഞുകൊണ്ട് ജെഫ്രിയും പവിത്രയും അൻഷിതയോടെ പറക്കി വെച്ചിരിക്കുന്ന കട്ട എടുക്കാൻ വേണ്ടിയിട്ട് ആര് പോകുന്നു? റാണവ് പോകുന്നു. റാണവ് പോകുമ്പോൾ വിശാലും ജെഫ്രിയും അരുണും കൂടി വന്ന് റാണവിനെ തടുക്കുന്നു. ഇവര് 3 പേരുടെ പിടിച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ വിശാല്, സൗന്ദര്യ, അരുൺ ടീമും പവിത്ര, അൻഷിത, ജെഫ്രി ടീമും കൂടെ ഒരുമിച്ചാണ് കളിക്കുന്നത്. അത് ഇപ്പോഴാണ് വെളിയിൽ വന്നത്. അതുകൊണ്ടാണ് ജെഫ്രിയുടെ കട്ടകൾ എടുക്കാൻ പോകുമ്പം അരുണും വിശാലും കയറി പിടിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇവനെ പിടിച്ച് മാറ്റുമ്പോഴത്തേക്കും റാണവ് ഇങ്ങനെ ബലപ്പിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്നു. ഇവർ പിടിച്ചിങ്ങനെ മാറ്റുമ്പോൾ അപ്പം തന്നെ അരുൺ പറഞ്ഞു ഇത് അടിയാവും, ടാസ്ക് തുടങ്ങിയതേ ഉള്ളൂ, ക്യാപ്റ്റൻ ഉറക്കെ വിളിക്കുകയാണ്. ക്യാപ്റ്റൻ ഇങ്ങനെ പിറകിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? വിശാല്. അപ്പം മഞ്ചേരി പറയാണ് ഇതിപ്പോൾ എന്താണ് ടാസ്ക്, ഇവൻ അടിക്കാനാണ് വരുന്നത് എന്നിങ്ങനെ അരുൺ പറയുന്നുണ്ട്. അപ്പം മഞ്ചേരി പറയുന്നു അവൻ അവിടുത്തെ കട്ട എടുക്കാനാണ് വന്നത്. ആ കട്ട എടുത്തിട്ട് പോലുമില്ല. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അടിക്കാനാണ് വരുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. ആ മഞ്ചേരി പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ ആരും പറയും ഇവനെ പിടിച്ച് മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അടിക്കാനാണ് വരുന്നത്. അപ്പോൾ റാണോ പറയാണ് എനിക്ക് എത്ര കല്ലുകൾ എടുത്തിട്ടുണ്ടോ അത് എല്ലാ കല്ലും എനിക്ക് തിരിച്ചു വേണം. അപ്പോൾ ആരോട് പറയണം നിന്റെ 2 കല്ല് ഞാൻ എടുത്തതാ, ഞാൻ തിരിച്ചു തന്നിരിക്കുന്നത്, നീ എന്തോ ചെയ്യും. അപ്പോൾ മഞ്ചേരി ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല, ഇങ്ങനെ കട്ട അടിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല. അപ്പോൾ ആരോൺ പറയുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടിയാവും, ടാസ്ക് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, ഭയങ്കര അറ്റാക്ക് ആവും. അപ്പോഴത്തേക്കും ജെഫ്രിയുടെ അവിടെ നിന്ന് 6 കട്ട എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മഞ്ചേരി പറയണം 6 കട്ട അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ കട്ട ഞാൻ എന്തായാലും പിടിച്ച് വാങ്ങിക്കും എന്ന് റാണോ പറയുന്നുണ്ട്. അടുത്ത റൗണ്ട് വരുന്നു, ബസർ അടിക്കുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു, കട്ട എടുക്കാൻ പോകുന്നുണ്ട്. അൻഷിതയും ടീമും ഒക്കെ കട്ട എടുക്കാൻ പോകുന്നു. കട്ട എടുക്കാൻ പോകുന്ന സമയത്ത് പവിത്ര കട്ട അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. റാണവ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന റാണവ് എന്ത് ചെയ്യുന്നു, ജെഫ്രി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാണവ് ജെഫ്രിയുടെ കട്ട എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ജെഫ്രി ഇങ്ങനെ തള്ളി നിൽക്കുന്നു. പിന്നെ സീൻ മാറ്റുന്നു. അപ്പോഴാണ് ഒരു ആക്സിഡന്റ് അവിടെ സംഭവിക്കുന്നത്. അത് കാണിക്കുന്നില്ല, കാരണം ഇപ്പം നമുക്കറിയാം നമ്മുടെ മലയാളം ബിഗ് ബോസിൽ സിജോയെ കാണിച്ചതിന് ശേഷം പിന്നെ അതുപോലത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ആ സീന് മാറ്റുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഇവർ രണ്ടുപേരുടെ ഇങ്ങനെ മറിയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാണുന്നത് റാണവ് മറിഞ്ഞ് തറയിൽ ഇങ്ങനെ തറയിൽ മറിഞ്ഞു വീണ് കിടക്കുന്നതാണ്. റാണവിൻ്റെ തോളെന്തോ ഇടിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. റാണവിൻ്റെ തോളെന്തോ ഇടിച്ചിട്ടുണ്ട്. റാണവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ അൻഷിത കട്ട പറക്കിക്കൊണ്ട് വരുന്നു. ജെഫ്രി അവിടെ നിൽക്കുന്നു, പവിത്ര അവിടെ ഇരിക്കുന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ കാണിക്കുന്നത് കള്ളത്തരമാണ്, ആക്ടിങ് ആണ് അവൻ കാണിക്കുന്നത് എന്ന് പറയുകയാണ്. ജെഫ്രിയും പറയുന്നുണ്ട്, അൻഷിതയും പറയുന്നുണ്ട് ആക്ടിങ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഇവൻ്റെ ഷോൾഡർ ഇവൻ വന്ന് ഇടിക്കുന്നത് ഈ ഭാഗത്താണ്, വലത് ഭാഗത്തോടെ വന്ന് ഇടിച്ച് വീഴുന്നത്. പക്ഷെ പിന്നെ ഇടത് അയ്യോ ഷോൾഡർ എന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചോണ്ട് കരയുന്നുണ്ട്. വലിയ കരച്ചിലുള്ള എന്ന് പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് അരുൺ വരുന്നു. അരുണും വിശാലൂടെ വന്നിട്ട് എന്ത് പറ്റിയിടാ എന്ന് ചോദിച്ചിട്ട് നേരെ കൺഫഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ കൊണ്ടാക്കിയിട്ട് അരുണും വിശാലും പുറത്തുനിന്ന് നമുക്ക് ഒരാൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് പോയാൽ നമുക്ക് ഗെയിം ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹോൾഡ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ ജെഫ്രി എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് ഈ ഷോൾഡറിൽ പരിക്ക് പറ്റിയത്. ഞാൻ ഇവനെ ഇടിച്ചിട്ട് ഞാനിവരോട് വഴക്ക് കൂടി ഓക്കെ വീണപ്പം ഇവിടെയാണ് ഇടിച്ചത്, ഇവൻ ഇവിടെയാണല്ലോ പൊത്തിയത്, ഇതെങ്ങനെ ശരിയാവും. അപ്പം സൗന്ദര്യ പറയാണ് ഇവൻ ഇപ്പം കാണിച്ചത് ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇവൻ യഥാർത്ഥത്തിൽ വയ്യാത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇവൻ കാണിച്ചത് ആക്ടിങ് ആണെങ്കിൽ അത് ഒട്ടുമേ ശരിയല്ല. അപ്പം അൻഷിത പറയണം അതെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം സൗന്ദര്യ എനിക്ക് അഭിനയം പോലെ തന്നെയാണ് തോന്നിയത് സൗന്ദര്യ പറയുന്നു. അപ്പം വിശാലും അരുണും കൂടി കുറച്ച് കഴിയുന്നു. അപ്പം അരുൺ പറയാണ് ഗെയിം തുടങ്ങി 1/2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഒരാൾ ഔട്ടായി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന വിശാൽ ചാടി എഴുന്നേറ്റിട്ട് വിശാലം കൊണ്ട് എഴുന്നേറ്റിട്ട് അരുൺ നിനക്ക് ഗെയിം വേണ്ടാന്നുണ്ടെങ്കിൽ നീ നിർത്തിയിട്ട് പോ,
നീ നിർത്തിയിട്ട് പോ, നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിശാലും അരുണും കൂടി നല്ല വിളക്കാവാണ്. അപ്പൊ നീ എന്തിനാ ജെഫ്രിയുടെ കേസിൽ പോയി ഇടപെട്ടത് എന്നും ചോദിച്ചുകൊണ്ട് വിശാലും ഈ പറയുന്ന അരുണും കൂടി വഴക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണേ, ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിശാലും അരുണും അടിയാവേണ്ട യാതൊരുവിധ കാര്യവുമില്ല. എന്തുകൊണ്ടാണ് ഇപ്പം അരുൺ അങ്ങോട്ട് നിനക്കെന്താണ് കുഴപ്പം, നീ ആരടാ എൻ്റെ അടുത്ത് പറയാൻ, നീ ആരടാ എന്നെ നിയന്ത്രിക്കാൻ, ഞാൻ എനിക്ക് തോന്നുന്നത് പറയോളാ, ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്, ഗെയിം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഒരാൾ അരമണിക്കൂറായപ്പോൾ ഔട്ട് ആയെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ വിശാല്, നീ ആരടാ പറയാൻ, നീ എന്തിനാണ് അങ്ങനെ പറയുന്നത്, നീ എന്തിനാണ് ജെഫ്രിയുടെ കേസ് പറഞ്ഞത്, ജെഫ്രി ആയിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരുടെ ഭയങ്കരമായ വഴക്ക്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇതെന്തിനാണ് ഈ പ്രശ്നം നടന്നത് വേറൊന്ന്, ഇവർ വഴക്ക് കൂടുന്ന വേറൊന്ന്. അപ്പോഴാണ് വിശാൽ പറഞ്ഞത് അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്. ഗെയിം തുടങ്ങി ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ തന്നെ ഒരാൾ ഔട്ടായി, ഒരാൾ പുറത്തായി എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഒരാൾ അവിടെ വയ്യാതെ കിടക്കുമല്ലേ, ഇപ്പൊ പോയി അവന്റെ ഷോൾഡർ വയ്യാതെയാണ് അവൻ പോയത്. അപ്പൊ ഷോൾഡർ വയ്യാതെ പോയപ്പം അവിടെ നമ്മൾ അവൻ എന്ത് പറ്റിയാന്തോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താണ് അരുൺ അവിടെ പറഞ്ഞ സാധനം, ഒരാൾ ഔട്ടായി. അപ്പം ഔട്ടായതാണ് അരുൺ ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായോ? ഔട്ടായതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ പോലെ മെഡിക്കലായിട്ട് ഒരാൾ പോയിട്ട് അതിനൊരു വാല്യൂം കൊടുത്തില്ല. അപ്പം ഈ സാധനമായിരിക്കാം വിശാൽ ഉദ്ദേശിച്ചത്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ഒരാൾ ഔട്ടായി എന്ന് എന്ത് വർത്താനമാണ് അവൻ പറഞ്ഞത്. ഈ രണ്ട് വേർഡ് വിശാൽ പറയുന്നുള്ളൂ. അപ്പം എനിക്ക് തോന്നിയ സാധനം ഇതാണ്, അതിനു വേണ്ടി വിളക്കുണ്ടാക്കാൻ പോയവരാണ് എനിക്ക് തോന്നിയത്. അപ്പോഴത്തേക്കും ജാക്കിലും പറയണത്, എൻ്റെ പൊന്നരുണെ നീ എല്ലാ കാര്യത്തിലും ഇതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും പറയണത്, എൻ്റെ പൊന്ന് ജാക്കിലിനെ ഞാൻ ഏത് ടാസ്ക് ചെയ്ത് കഴിഞ്ഞാലും നീ ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മുത്തു, ദീപക്, മഞ്ജരി കുറച്ച് കഴിഞ്ഞിട്ട് മുത്തു പറയാണ്, ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും, റാണവിനെ കൂട്ടണ്ട, നടക്കൂല, എങ്ങനെയാണെങ്കിൽ നടക്കത്തില്ല മഞ്ജരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം അതാണ് തീരുമാനിക്കാനുള്ളത് എന്ന് പറയുന്നു. അടുത്ത് റാണവ് കുറച്ച് കഴിഞ്ഞ് ഷർട്ടൊന്നും ഇല്ലാതെ കൺഫെഷൻ റൂമിൽ നിന്ന് തിരിച്ചു വരുന്നു. ഡിസ്ലൊക്കേറ്റ് ആയതാണോ എല്ലാവരും ചോദിക്കുന്നു. അല്ല ഡിസ്ലൊക്കേറ്റ് ആയൊന്നും അല്ല, ഐസ് പാക്ക് വെക്കാൻ പറഞ്ഞു, 20 മിനിറ്റ് 10 മിനിറ്റ് വെക്കാൻ പറഞ്ഞു. ഞാൻ ഐസ് പാക്ക് ഒക്കെ കഴിക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു. ജെഫ്രി വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ റാണവ് പറയാൻ, എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല, ഇടത് കൈ പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ പേര് കാണാനൊക്കെ വരുന്നു റാണവിനെ. ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടാസ്ക് ഫ്രീസാണ്. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞു, റാണവ് അകത്ത് റെസ്റ്റ് എടുക്കുവാണ്, എല്ലാവരും ബാക്കി പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ജെഫ്രി പറയുന്നു, എനിക്ക് റെഡ് കാർഡ് തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ജെഫ്രി അവിടെ വലുതായിട്ടൊരു സംഭവം ചെയ്തതുമില്ല, റാണവും ചെയ്തതല്ല. അവർ രണ്ടുപേരുടെ കളിച്ച് ഡിഫെൻഡ് ചെയ്ത് രണ്ടുപേരും മറിഞ്ഞ് വീണതാണ്. ജെഫ്രി മുൻപേ വീണു, റാണോ പുറകെയും വീണു. പക്ഷേ റാണവിന് ഇഞ്ചുറി പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തു, അരുണും വിശാലും കൂടി ഇതേ സമയം പറയാണ്, നമ്മൾ ആദ്യമായിട്ടാണ് വഴക്കുന്നത് കേട്ടാ 72 ദിവസത്തിൻ്റെ ഇടയിൽ എന്നൊക്കെ പറയുന്നു. ജാക്ലിൻ, ജെഫ്രി, സൗന്ദര്യ മാറിയിരുന്ന് സംസാരിക്കുന്നു. സൗന്ദര്യ പറയണം, അവൻ അഭിനയിക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ജാക്ലിൻ, ഞാനും അത് കണ്ടതാണ് ജെഫ്രി നീ ആ ചെയ്യുന്നത്, പക്ഷേ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ജെഫ്രി, യെസ്, ആ ഷോൾഡർ കണ്ട, ഞാൻ ആ ഷോൾഡറിലല്ലോ, ഇപ്പുറത്തെ ഷോൾഡറിലല്ലേ വന്നത് ആ ഇഷ്യൂ. അപ്പോഴത്തേക്കും വിശാല്, അൻഷിത, പവിത്ര മാറിയിരിക്കുന്നു. വിശാല് പറയുന്നു, ഇന്നത്തെ ഒരു കല്ല് വെച്ച് ഫുൾ ഡേ കൊണ്ടുപോയി. അപ്പൊ അൻഷിത ടോപ്പിൽ നോക്കിക്കോ, നാളെ അവൻ എത്തും, അവൻ എന്താണോ വിചാരിച്ചത് അത് തന്നെയായിരിക്കും ഇനി നാളെ നടക്കാൻ പോകുന്നത്. ടോപ്പിൽ അവൻ തന്നെ എത്തും. നോമിനേഷനിൽ അവനും റീസൺ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. കഴിഞ്ഞ ആഴ്ച അവൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയപ്പോഴും എന്നെ തെളിയുന്നില്ല, ഞാൻ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുന്നില്ലല്ലോ, എനിക്കത് അറിയണമല്ലോ എന്ന് അവൻ കാണിക്കുന്ന കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അൻഷിത പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പവിത്ര പറയുവാണ്, പക്ഷെ ഓഡിയൻസിന് അറിയാമല്ലോടാ, ഇതെന്താണെന്ന് ഓഡിയൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. കുറച്ച് കഴിയുന്നു, റാണവ് കൺഫെഷൻ റൂമിലോട്ട് തിരിച്ചു വരികയാണ്. റാണവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കണം എന്താണ്. അപ്പോൾ റാണവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലിഗമെൻറ്റ് ടയറായിട്ടുണ്ട്, ക്രാക്ക് ആയിട്ടുണ്ട്, അതായത് ലിഗമെൻറ്റ് പൊട്ടി, ഇടത് തോളിൽ ലിഗമെൻറ്റ് ചെറുതായിട്ട് ക്രാക്ക് ആയിട്ടുണ്ട്, ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് തോളിൻ്റെ. ഇതപ്പോൾ ബിഗ് ബോസ് ഒക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യും. അപ്പോൾ റാണോ പറയണം, എനിക്ക് ഗെയിം പ്ലേ ചെയ്യണം ബിഗ് ബോസ്, ഞാൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് എല്ലാവരെയും കാണിക്കണം. 3 വീക്സ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കെയർഫുള്ളായി ഞാൻ കളിക്കും, എനിക്ക് കളിക്കാമല്ലോ. ഓക്കെ റാണോ കളിക്കാം, പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം, കൈ ശ്രദ്ധിക്കണമെന്ന് ബിഗ് ബോസ് പറയാണ്. അപ്പം വിശാലിനെ വിളിക്കുന്നു, വിശാലിനെ ക്യാപ്റ്റനാണല്ലോ, വിശാലിൻ്റെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. 3 ആഴ്ച കഴിഞ്ഞിട്ട് റാണവിന് എന്തെങ്കിലും ചെയ്യിക്കാൻ പാടുള്ളൂ, അതിനുശേഷം ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെക്കും കഴിഞ്ഞിട്ടേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ റാണവിൻ്റെ കാര്യം എന്ന് പറയുന്നു. ഓക്കെ, വിശാൽ റാണവിനെ കൊണ്ട് പോകുന്നു. നീ മിണ്ടരുത്, നീ ഒറ്റ കാര്യം പറയരുത്, അവർ അവിടെ നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും, നീ ഒന്നും മിണ്ടണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം എന്നൊക്കെ വിശാൽ വന്ന് പറയുന്നു. ഇതുപോലെയാണ് സംഭവം. 3 ആഴ്ച റാണവിന് റെസ്റ്റ് വേണം, റാണവിൻ്റെ ലിഗമെൻറ്റ് ക്രാക്ക് ആയിട്ടുണ്ട്. എനിക്കതിൻ്റെ മലയാളം എങ്ങനെ പറഞ്ഞുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ലിഗമെൻറ്റ് പൊട്ടി, ലിഗമെൻറ്റ് മീൻസ് 2 ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതിന് അതിൻ്റെ മിഡിൽ പോർഷനിലുള്ള ഒരു ജോയിൻറ്റ് പാർട്ടാണ്. അപ്പോൾ ആ ലിഗമെൻറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തോള് വീഴുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിഗമെൻറ്റ് പൊട്ടി എന്നാണ് പറഞ്ഞത്, കൈ തെന്നി ഇങ്ങനെ കൈ വീഴുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അല്ല, കുറച്ചുകൂടി ഒരു ക്രാക്ക് വന്നിട്ടുണ്ട് അതിൽ.
അപ്പോഴേ ബിഗ് ബോസ് പറയാണ്, അവർ റാണോ പറയണില്ല, ഇല്ല എനിക്ക് ടാസ്ക് ചെയ്യണം, എനിക്ക് ടാസ്കിൽ കണ്ടിന്യൂ ചെയ്യണം. അപ്പം എല്ലാവരും പറഞ്ഞില്ല, നമുക്ക് ആർക്കും സമ്മതമല്ല റാണോ ടാസ്ക് ചെയ്യുന്നതിൽ, ഫിസിക്കൽ ടാസ്ക് ആണ്. ബിഗ് ബോസ് പറയുന്നു റാണോ ടാസ്ക് ചെയ്യാൻ പാടില്ല 3 ആഴ്ച. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒത്തിരി ഇൻസിഡൻസ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്, വയ്യാതാവുന്നത്. അപ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ആകുമ്പോൾ പുറത്താക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഈ 3 ആഴ്ചയൊക്കെ റെസ്റ്റ് ഒന്നും ചെയ്യാതെ അവിടെ ഒത്തിയിരുത്തുക. പക്ഷേ തമിഴ് ബിഗ് ബോസിൽ ഞാൻ കണ്ടത് വെച്ച് അങ്ങനെ ചെയ്യാറില്ല. മാക്സിമം അവരോട് പിടിച്ചു നിർത്താൻ നോക്കും, എത്ര വയ്യെങ്കിലും പരമാവധി നോക്കും. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്, വിജയ് വർമ്മ കാല് വയ്യാതായിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച വിജയ് വർമ്മ നിന്നു, എന്നിട്ട് വയ്യാതെ തന്നെയാണ് ഔട്ടായിയാണ് പോയത്, എവിക്റ്റ് ആയതാണ് പോയത്. അല്ലാതെ ഭയങ്കരമായി സിവിയർ ഇഷ്യൂ വരാതെ അവരങ്ങനെ പുറത്ത് വിടത്തില്ല. അതുപോലെ തന്നെ ഈ ഇപ്രാവശ്യം ദീപക്കിനും കുറേ ദിവസം കാലൊന്നും വയ്യാതിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ബിഗ് ബോസ് എടുത്തില്ല. പക്ഷെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ പെട്ടെന്ന് വയ്യാതായി കഴിഞ്ഞാൽ പുറത്താക്കും, അങ്ങനെയാണ്. ഹിന്ദിയിലാണെങ്കിലും അത്ര വലിയ സീനില്ലാന്ന് തോന്നുന്നു. തമിഴിൽ പക്ഷെ അവർ മാക്സിമം നോക്കും കേട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നി. കഴിഞ്ഞ സീസണൊക്കെ വെച്ച് കണ്ടത് വെച്ച് നോക്കുമ്പോൾ മാക്സിമം അവർ പിടിച്ച് നിർത്താൻ വേണ്ടി നോക്കും. പിന്നെ റാണവിനും തിരിച്ചു വരണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ റാണവിൻ്റെ കേസ് 3 വീക്സ് കൈ അനക്കാൻ പറ്റില്ല. നമ്മൾ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? ഈ പൊസിഷൻ അനക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് റാണവിൻ്റെ. അപ്പോൾ റാണവ് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ അറിയില്ല. അപ്പോൾ അനക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പവിത്ര സോറി പറയുന്നു, അൻഷിത സോറി പറയുന്നു, ജെഫ്രി സോറി പറയുകയാണ്. കാരണം ആ സമയത്ത് അങ്ങനെ നടന്നപ്പോൾ നീ ആക്ടിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അൻഷിത പറയണം, നീ ഇതിനകത്ത് വീട്ടിനകത്ത് വെച്ച് സംസാരിച്ച ഒരു രീതി വെച്ചിട്ട് നീ ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചു ഇവിടെ പ്രാങ്ക് ആയിരിക്കുമെന്ന് ഞാൻ കരുതി. പവിത്രയും പറയണം, അന്നേരം നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ മഞ്ജരി അങ്ങനെ ഇപ്പം ഈ സോറി പറയുന്നതിന് പകരം ആ ടൈമിൽ ഒരാൾക്ക് അങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ ആരും അങ്ങനെ പറയരുതായിരുന്നു. അപ്പോൾ അൻഷിത റാണവിൻ്റെ അടുത്ത് മനസാലയാണ് ഞാൻ സോറി ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞതിൽ, ആ സ്കൂൾ ടാസ്കിൽ വെച്ച് പ്രാങ്ക് കളിച്ചപ്പോൾ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ സൗന്ദര്യ ഗെയിമിൽ ഓരോന്നും അറിയാൻ വേണ്ടിയിട്ടാണോ, അറിയാതെയാണോ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ, അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ കരുതി. അപ്പോൾ അതുകൊണ്ട് സോറി. അപ്പോൾ മുത്ത് പറയണം. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമുക്കൊരു പാഠമായി. ഇനിയെങ്കിലും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും എടുത്തു ചാടി എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും ഒന്നും പറയാൻ പാടില്ല. ഓക്കെ എന്ന് പറയുന്നു. അൻഷിത കുറച്ച് കഴിയാണ് ഞാൻ, എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് വിശാല, ഞാൻ നിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, റാണവ് ഗെയിമാണ് അല്ലെങ്കിൽ നാളത്തെ ഇത് ഫുള്ള് തൂക്കും എന്നൊക്കെ. അപ്പം അത് വേണ്ടായിരുന്നു, അത് തെറ്റായിപ്പോയി. സൗന്ദര്യ ജെഫ്രി എടുത്ത് പറയണം, മുത്തു പറഞ്ഞു. ഇപ്പം മുത്തു അങ്ങ് നല്ലവനായിട്ടങ്ങ് മാറുകയാണ്. അപ്പം ജെഫ്രി, എടി മുത്തു ഒറ്റയ്ക്ക് പറഞ്ഞോ ഈ കേസ്? അവനെക്കുറിച്ച് അവൻ ചെയ്ത മിസ്റ്റേക്ക്. അപ്പം സൗന്ദര്യ പറയണം, അവൻ ചെയ്ത മിസ്റ്റേക്ക് അല്ലേ എത്രയൊക്കെ പറഞ്ഞാലും, റാണവും കൂടെ അല്ലേ മിസ്റ്റേക്ക് ചെയ്തത്. കുറച്ച് കഴിഞ്ഞാൽ റയാൻ്റെ അടുത്തും സൗന്ദര്യ അവൻ്റെ റാണവിൻ്റെ തെറ്റ് തന്നെ അല്ലേ ഇത് എന്ന് ഉള്ള കാര്യം പറയുവാണ്. ഇത്രയാണ് എപ്പിസോഡിലുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ചെയ്ത് വന്ന് എനിക്ക് അലർജിയായി. ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ എന്താ, റാണവിൻ്റെ കേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊരു ഫിസിക്കൽ അസോൾട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ടാസ്കിനിടെ വെച്ച് നടന്നതാണ്. ഫിസിക്കൽ അസോൾട്ട് മീൻസ് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്താണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. ആ സൗന്ദര്യം പിടിച്ച് തർഷികയെ തള്ളിയതും, റാണവിനെ പിടിച്ച് റയാൻ തള്ളിയതും, റാണവ് റയാനെ പിടിച്ച് തിരിച്ച് തള്ളിയതും ഒക്കെ ഉണ്ട്. ഒത്തിരി ഇൻസിഡൻസ് പറയാനുണ്ട്. പക്ഷെ അങ്ങനത്തെ ഇൻസിഡൻസ് ഒന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ടാസ്കിനകത്താണ്. റാണവിന് എത്രമേ ക്യൂർ ആവട്ടെ. ഒരു സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആണല്ലേ, അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഒരു 90-98 ദിവസം വരെ പോകാൻ ചാൻസ് ഉള്ള, ചിലപ്പോൾ ടോപ്പ് 7-ലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ പറയുന്ന റാണവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ റാണവിന് വീക്കിലി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു. മിക്കവാറും ഇപ്പം റാണവിന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം 13 പേര് എന്നുള്ളത് 12 പേരാവും. ടാസ്കിൽ 12 പേരാവും. അപ്പം ബിഗ് ബോസിന് മിക്കവാറും എന്ത് ചെയ്യും, 3 പേരുള്ള 4 ടീമാക്കി തിരിക്കും. അതായത് മഞ്ജരിയും ദീപക്കും മുത്തും കൂടി ഒരു ടീമിൽ വരും. റാണവ് പുറത്തുനിന്ന് കാണാനോ ജഡ്ജ് ചെയ്യാനോ റാണവിന് പറ്റത്തുള്ളൂ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.